ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിസ്നിയുടെ കളർഫുൾ അഡ്വഞ്ചറായ മോന 2 ആണ്. ഈ വീഡിയോ ഇത്രയും വേഗം ചെയ്യാനുള്ള കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും മൂവി, സീരീസ്, ഡ്രാമ ഏതിൻ്റെങ്കിലും എക്സ്പ്ലനേഷൻ അറിയണേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മോന ഒരുപാട് മാറിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ ചെറിയ പേടിയൊക്കെ മാറി ഇപ്പോൾ അവൾ കടലിൻ്റെ വഴികൾ നന്നായി അറിയുന്ന ഒരു വലിയ കാവൽക്കാരിയായി മാറി. അവളുടെ കൂടെ എപ്പോഴും നടക്കുന്ന നല്ല ഓമനത്വമുള്ള പന്നിക്കുട്ടിയും ലോകത്ത് എന്ത് നടന്നാലും ഒരു വിവരവുമില്ലാത്ത നമ്മുടെ സ്വന്തം ഹെയ്ഹെ എന്ന വിഡ്ഢി കോഴിയുമുണ്ട്. ഈ കോഴി എപ്പോഴെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൾ തൻ്റെ ദ്വീപിലേക്ക് തിരികെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വലിയൊരു ആഘോഷത്തോടെയാണ് അവളെ സ്വീകരിക്കുന്നത്. അച്ഛനും അമ്മയും മാത്രമല്ല, അവൾക്കൊരു ചെറിയ അനിയത്തി കുട്ടി കൂടിയുണ്ട്, സിമിയ. ഈ കുട്ടിക്ക് ചേച്ചിയെ വലിയ കാര്യമാണ്. ചേച്ചി എന്ത് ചെയ്താലും അതുപോലെ അനുകരിക്കുക എന്നാണ് കക്ഷിയുടെ പ്രധാന പണി. ഇവളെ കണ്ടാൽ തന്നെ അറിയാം ഭാവിയിൽ ചേച്ചിയേക്കാൾ വലിയ കുറുമ്പിയാകും ഇവളെന്ന്. ദ്വീപിലെ ജനങ്ങൾ മോനയ്ക്കൊരു വലിയ പദവി നൽകുന്നു. 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ദ്വീപിലുണ്ടാവുന്ന ആദ്യത്തെ പ്രധാന വഴികാട്ടി എന്ന പദവി. ഇതോടെ വലിയൊരു പാട്ടൊക്കെ പാടി ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വലിയ ഇടിമിന്നൽ വരുന്നത്. പാട്ടും കളിയും നിന്നു, കഥ നേരെ ഗൗരവത്തിലേക്ക് മാറുന്നു. ഒരു ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ മോനയ്ക്കൊരു ദർശനം ലഭിക്കുന്നു. അവളുടെ പഴയ മുത്തശ്ശിമാരുടെ ആത്മാക്കൾ വന്ന് വലിയൊരു രഹസ്യം അവളോട് പറയുന്നു. മകളെ, പണ്ടുകാലത്ത് ഈ കടലിലെ പല ദ്വീപുകളിലെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന വലിയൊരു ദ്വീപുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മൊഡുഫെറ്റു. എന്നാൽ നാളോ എന്ന പേരുള്ള ക്രൂരനായ ഒരു കൊടുങ്കാറ്റിൻ്റെ ദേവൻ ആ ദ്വീപിനെ ശപിച്ച് കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് താഴ്ത്തി കളഞ്ഞു. അതുകൊണ്ട് സമുദ്രത്തിലെ മനുഷ്യരെല്ലാം തമ്മിൽ വേർപിരിഞ്ഞു പോയത്. ഈ സത്യം അറിഞ്ഞപ്പോൾ മോന ആകെ ഞെട്ടിപ്പോയി. സമുദ്രത്തിലെ മനുഷ്യരെ മുഴുവൻ വീണ്ടും ഒന്നിപ്പിക്കണമെങ്കിൽ ആ മറഞ്ഞുപോയ ദ്വീപിനെ കണ്ടെത്തി ശാപം തീർക്കണം. ഇല്ലെങ്കിൽ കാലക്രമേണ മോനയുടെ ഈ ദ്വീപും ആളില്ലാതെ നശിച്ചു പോകുന്ന പൂർവികർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ മോനയുടെ മനസ്സ് മാറി. ഇത് വെറുമൊരു യാത്രയല്ല, എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യമാണ്. അച്ഛനോടും അമ്മയോടും യാത്ര ചോദിക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് തൻ്റെ അനിയത്തി കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഞാൻ തീർച്ചയായും തിരികെ വരും എന്ന് അവൾ വാക്കു കൊടുക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ അഹങ്കാരിയായ അർദ്ധദേവൻ മയൂവി വേറൊരു വഴിയിലൂടെ ഇതേ ദ്വീപ് അന്വേഷിച്ചെടുക്കുകയാണ്. പണ്ട് ഈ കൊടുങ്കാറ്റിൻ്റെ ദേവനുമായി അവന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അവിടെ വെച്ച് മാതങ്കി എന്ന പേരുള്ള ഒരു കാവൽക്കാരി മയൂവിയെ തന്ത്രത്തിൽ കുടുക്കുന്നു. എത്ര വലിയ ദേവനാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ 8ൻ്റെ പണി കിട്ടുന്നതാണ്. നല്ല രസമാണ് അല്ലേ? ഇനി മോനയ്ക്ക് യാത്ര പോകാൻ ചില കൂട്ടുകാരെ വേണം. അവൾ തിരഞ്ഞെടുക്കുന്നത് വളരെ രസകരമായ 3 പേരെയാണ്. ഒരാൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മിടുക്കി. രണ്ടാമൻ പഴയ കഥകൾ മാത്രം പറയുന്ന മയൂവിയുടെ ഒരു വലിയ ആരാധകൻ. മൂന്നാമൻ എപ്പോഴും പരാതി പറയുന്ന ഒരു കർഷകൻ. എനിക്കെൻ്റെ പറമ്പിൽ വാഴ വെച്ചാൽ മതിയായിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന മട്ടിലാണ് മൂന്നാമൻ്റെ നിൽപ്പ്. കൂടെ നമ്മുടെ കോഴിയും പന്നിയും കൂടെ ആകുമ്പോൾ സംഘം ഉഷാറായി. ആകാശത്തെ ഒരു തിളങ്ങുന്ന നക്ഷത്രം നോക്കിയാണ് അവരുടെ യാത്ര. തുടക്കത്തിൽ നല്ല കാറ്റും പാട്ടും ഒക്കെ രസകരമായുള്ളൊരു യാത്രയാണ്. എന്നാൽ പെട്ടെന്ന് നക്ഷത്രം മറയുന്നു. അവർക്ക് വഴി തെറ്റുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൂട്ടം വിചിത്ര ജീവികൾ അവരെ ആക്രമിക്കുന്നത് വേറെ ആരുമല്ല, പഴയ ശത്രുക്കളായ കാക്കാമോറകൾ. കാണാൻ ചെറിയ തേങ്ങകൾ പോലെയാണെങ്കിലും വലിയ ഉപദ്രവകാരികളാണ് ഈ കൂട്ടർ. അവർ നമ്മുടെ നായികയെയും സംഘത്തെയും മയക്കിക്കിടത്തി തടവുകാരാക്കുന്നു. എന്നാൽ സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ കൊച്ചു തേങ്ങാ മനുഷ്യർക്കും സ്വന്തമായൊരു വീടില്ലാതെ അലയുകയാണെന്ന്. അവർക്ക് ആ മറഞ്ഞുപോയ ദ്വീപ് കണ്ടെത്തണം. മോന ആ തേങ്ങാ മനുഷ്യരുമായൊരു കരാർ ഉണ്ടാക്കുന്നു. വഴിമുടക്കി നിൽക്കുന്ന വലിയൊരു കക്കയുടെ വായ അടപ്പിക്കാൻ മോന സഹായിക്കും. പകരം അവർ വഴി കാണിച്ചു തരണം. അങ്ങനെ എല്ലാവരും കൂടി വലിയൊരു കക്കയുടെ ഉള്ളിലോട്ട് കടക്കുന്നു. അവിടെ വെച്ചാണ് അവർ മയൂവിയെയും അവനെ കെട്ടിയിരിക്കുന്ന മാതങ്കിയെയും കാണുന്നത്. തുടക്കത്തിൽ മാതങ്കി ഒരു വലിയ വില്ലത്തിയായിട്ടാണ് നമ്മൾ കരുതുക. എന്നാൽ അവളും ഈ കൊടുങ്കാറ്റിൻ്റെ ദേവൻ്റെ ഒരു തടവുകാരിയാണെന്ന് മനസ്സിലാക്കുന്നു. മോന അവളുടെ വിശ്വാസം നേടുകയും മാതങ്കി അവരെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മയൂവിയും മോനയും വീണ്ടും ഒന്നിക്കുന്നു. കോഴിയെ കണ്ടപ്പോൾ മയൂവി കാട്ടിക്കൂട്ടുന്ന പേടിയൊക്കെ കാണാൻ നല്ല തമാശയാണ് കേട്ടോ. ഇനി യാത്ര ശരിക്കുള്ള അപകടത്തിലേക്കാണ്. കടൽ ഭയങ്കരമായി ഇളകി മറയാൻ തുടങ്ങുന്നു. വലിയ തിരമാലകൾ വന്ന് അവരുടെ വള്ളം തകർക്കുന്നു. ദൂരെ ഒരു മണൽ തിട്ടയിലിട്ട് തെറിച്ചു വീഴുന്നു. കർഷകനായ കൂട്ടുകാരന് ഒരു പാമ്പിൻ്റെ കടിയേൽക്കാൻ തുടങ്ങുന്നതൊക്കെ വലിയ തമാശയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സമയം മോന വല്ലാതെ സങ്കടപ്പെടുന്നു. എൻ്റെ വാശി കാരണമാണ് എല്ലാവരും അപകടത്തിലായത് എന്ന് വിചാരിച്ച് അവൾ കരയുന്നു. അപ്പോൾ മയൂവി അവൾക്ക് ധൈര്യം കൊടുക്കുന്നു. പേടിയില്ലാത്തവനല്ല യഥാർത്ഥ പോരാളി, പേടി ഉണ്ടായിട്ട് മുന്നോട്ട് പോകുന്നവനാണെന്ന്. അങ്ങനെ അവൻ അവളെ ഓർമ്മപ്പെടുത്തുന്നു. അവർ വെള്ളം ശരിയാക്കി നേരെ കൊടുങ്കാറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. ചുറ്റും ഭയങ്കരമായി ഇടിമിന്നലും കാറ്റും. മയൂവി തൻ്റെ മാന്ത്രിക ചൂണ്ട ഉപയോഗിച്ച് ആ മറഞ്ഞുപോയ ദ്വീപിനെ വലിച്ചുയർത്താൻ ശ്രമിക്കുന്നു.
എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ദേവൻ ഒരൊറ്റ മിന്നലിലൂടെ മയൂവിയുടെ എല്ലാ ശക്തിയും ഇല്ലാതാക്കുന്നു. ഇതോടെ അവർക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നു. മറ്റൊരു വഴിയുമില്ലാതെ വരുമ്പോൾ മോന വലിയൊരു തീരുമാനം എടുക്കുന്നു. അവൾ സ്വയം കടലിനടിയിലോട്ട് നീന്തുന്നു. ശ്വാസം മുട്ടിയിട്ടും അവൾ ആ ദ്വീപിൽ ചെന്ന് തൊടുന്നു. അതോടെ ദ്വീപിൻ്റെ ശാപം ഇല്ലാതാകുന്നു. എന്നാൽ ആ സമയത്ത് അതികഠിനമായ ഒരു ഇടിമിന്നൽ അവളെ വന്ന് അടിക്കുകയും അവൾ ബോധം കെട്ട് കടലിനടിയിലോട്ട് വീഴുകയും ചെയ്യുന്നു. മയൂവി ഓടിച്ചെന്ന് അവളെ കരയ്ക്കെടുക്കുന്നു. അവൻ വല്ലാതെ കരയുന്ന സമയം കാണുന്ന നമുക്ക് വരെ സങ്കടം വരും. അപ്പോഴാണ് മോനയുടെ മുത്തശ്ശിയുടെയും പൂർവികരുടെയും ആത്മാക്കൾ വന്ന് അവൾക്ക് ജീവൻ നൽകുന്നത്. ജീവൻ തിരികെ കിട്ടുക മാത്രമല്ല, അവൾക്ക് പുതിയൊരു മാന്ത്രിക ശക്തിയും ശരീരത്തിൽ പുതിയൊരു അടയാളവും ലഭിക്കുന്നു. മയൂവിക്ക് അവൻ്റെ ശക്തി തിരികെ കിട്ടുന്നു. അവൻ വലിയൊരു ദ്വീപിനെ കടലിൽ നിന്നും വലിച്ചുയർത്തുന്നു. മോഹന തൻ്റെ കയ്യിലുള്ള വലിയ ശംഖ് മുഴക്കുമ്പോൾ കാലങ്ങളായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന സമുദ്രത്തിലെ മുഴുവൻ മനുഷ്യരും വീണ്ടും പരസ്പരം കണ്ടുമുട്ടുന്നു. ആ കൊച്ചു തേങ്ങാമനുഷ്യർക്കും സ്വന്തമായി വീട് തിരികെ കിട്ടുന്നു. യാത്ര കഴിഞ്ഞ് എല്ലാവരും സ്വന്തം ദ്വീപിലേക്ക് മടങ്ങി വരുന്നു. അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. അനിയത്തിക്കുട്ടി ഓടി വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്ന രംഗം കാണാൻ നല്ല രസമാണ്. ഇനി അവർ വെറും ഒരു ഒറ്റപ്പെട്ട ദ്വീപല്ല, സമുദ്ര കുടുംബത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മോനയുടെ ഈ വലിയ കടൽയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പേടി മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മുന്നോട്ട് പോയാൽ ഏത് കൊടുങ്കാറ്റിനെയും തോൽപ്പിക്കാം എന്നാണ് ഈ കഥയുടെ വലിയ പാഠം. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ഇതുപോലുള്ള രസകരമായ കഥകൾ ഇനിയും കേൾക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.